ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ പറയുന്നത് അമിതാഭ് ബൈജുവിൻ്റെ പട്ടാമ്പൂച്ചി എന്ന് പറഞ്ഞ സോങ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് രണ്ട് കൈയും ക്രോസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. ഓരോ കൈയിലും ഓരോ ഹാർട്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. ഒപ്പം നമ്മൾ ഹിപ്പ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് സർക്കിൾ ചെയ്തെടുക്കുക. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് സർക്കിൾ ചെയ്തെടുക്കുക. അത് കഴിയുമ്പോൾ രണ്ട് കൈയും പുറത്തേക്ക് ഒന്ന് സർക്കിൾ ചെയ്യാം. ഓക്കെ, 1 2 3 4. ഒന്നുകൂടെ 1 2 3 4. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് ചുരുട്ടിയായിട്ട് പിടിക്കണേ. ഇവിടെ നിന്ന് രണ്ട് റൗണ്ട് സർക്കിൾ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വീശുക. സർക്കിൾ ചെയ്യുക, ലെഫ്റ്റിലേക്ക് വീശുക. ദെൻ ഇവിടെ നിന്ന് റൈറ്റിൽ കൊണ്ടുവരിക. ഒന്നുകൂടെ റൈറ്റ് രണ്ട് റൗണ്ട് കറക്കുക, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, ദെൻ റൈറ്റിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ കൈയും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും കൊണ്ടുവരിക. ഓക്കെ, 1 2 3 4 5 6. അതായത് ഇവിടെ സർക്കിൾ ചെയ്ത് ഇവിടുന്ന് കൊണ്ടുവന്നു, ഇവിടേക്ക് വന്നു, ലെഫ്റ്റ് ഹാൻഡ് എടുത്തു, ഇവിടെ രണ്ട് കൈയും സർക്കിൾ ചെയ്തു. ഓക്കെ, കാലിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം. 1 2. ലെഫ്റ്റ് ലെഗ് പൊക്കി കൊടുക്കുക. ഇവിടെ നേരെ വരുമ്പോൾ ലെഫ്റ്റ് ലെഗ് പൊക്ക, കുത്ത, തിരിയ. അതായത് ഇവിടെ നിന്ന് ഒന്ന് ഡ്രാഗ് ചെയ്തെടുക്കുക. ലെഫ്റ്റ് ലെഗ് ഡ്രാഗ് ചെയ്തെടുക്കുക. ഓക്കെ, നോക്കാം. ഈ സ്റ്റെപ്പോടെ നോക്കാം കേട്ടോ. 3 2 1 go. 1 2 3 4 5 6 7 8 1 2. ഒന്നുകൂടെ 3 2 1 go. 1 2 3 4 5 6 7 8 1 2. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് എടുക്കാം. നെക്സ്റ്റ് പാർട്ടിൽ ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ നേരെ ഫേസ് ചെയ്ത് നിൽക്കുക. കാൽ രണ്ടും വൈഡ് ആംഗിൾ, ദെൻ കൈയും വൈഡായിട്ട് പിടിക്കുക. ഓക്കെ, ഇവിടെ നേരെ കറങ്ങി വന്നു, ദെൻ ഇവിടെ. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് 1 2 3 4. ഇവിടെ ഫസ്റ്റ് റൈറ്റ് സൈഡിലാണ്. കൈ ഒന്ന് താഴേക്ക് കൊണ്ടുവരാം, ഒപ്പം തന്നെ കാല് പൊക്കി കൊടുക്കുക. ഓക്കെ, 1 2 3 4. ഓക്കെ, 1 2 3 4. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് മൈക്ക് പോലെയാണ് പിടിക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് മേലേക്ക് പൊക്കി പിടിക്കുക. ഓക്കെ, ദെൻ കാല് പോകുമ്പോൾ 1 2 3 4. ഓക്കെ, 1 2 3 4. സിമ്പിൾ അല്ലേ? ഒന്ന് നോക്കാം. ഒന്ന് കറങ്ങി വന്ന് നിന്നു, ദെൻ 1 2 3 4 1 2 3 4. ദെൻ രണ്ട് കൈയും ലെഫ്റ്റ് ലെഗിൽ പിടിക്കുക. എന്നിട്ട് 1 2 3 4. ഓക്കെ, 1 2 3 ലെഗ് മൂവ്മെന്റ് നോക്കിക്കോ. റൈറ്റ് ഹാൻഡ് ലെഗ് മൂവ്മെന്റിൽ റൈറ്റ് ലെഗ് ഫസ്റ്റ് എടുത്ത് വെക്കുക, ദെൻ ലെഫ്റ്റ് ലെഗ് ഇവിടെ കുത്തുക, ദെൻ ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക, റൈറ്റ് ലെഗ് കുത്തുക. ഓക്കെ, 1 2 3 4. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് തുടങ്ങി ഒന്ന് നോക്കാം. 3 2 1 go. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിഞ്ഞിക്കുക. ദെൻ കൈ ക്ലോക്ക് വൈസ് 2 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം കാല് നമ്മുടെ റൈറ്റ് ലെഗ് ഒന്ന് 1 2 2 പ്രാവശ്യം അടിക്കുക. കൈ 2 പ്രാവശ്യം സർക്കിൾ ചെയ്യുക. ഇത് കുറച്ച് സ്പീഡിൽ ചെയ്യണം, എന്നാലും അത് കളിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. സ്ലോവിലാവുമ്പോൾ മൊത്തത്തിലേ അങ്ങ് സ്ലോ ആയി പോകണം. സോ നല്ല സ്പീഡിൽ 1 2. ദെൻ ഈ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ നെറ്റിക്ക് ഇങ്ങനെ പിടിക്കുക. അപ്പം ഈ കാലൊന്ന് പൊക്കി പിടിച്ചേക്കോട്ടെ, റൈറ്റ് ലെഗ്. ഓക്കെ, 1 2 3 4. ദെൻ ഇവിടുന്ന് 5 6 7 8. കാല് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ, നോക്കാം. 1 2 3 4 5 6 7 8. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അടുത്ത സെക്ഷനിൽ നമ്മുടെ കൈ രണ്ടും പുറത്തേക്ക് വീശാം. ദെൻ
പിടിക്കുക. ഓക്കെ, വിശ കൂട്ടിപ്പിടിക്കുക, ദെൻ വിശ കൂട്ടിപ്പിടിക്കുക. ജസ്റ്റ് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടും സെക്കൻഡ് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടും. ഓക്കെ, 1 2 3 4. ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 2 3 4. ദെൻ റൈറ്റ് ഹാൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയണം കേട്ടോ. അപ്പോൾ ലെഗും ഒന്ന് ജസ്റ്റ് ഉണക്കി കൊടുക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഒന്നക്ക് ആ സ്റ്റെപ്പ് ഒരു പ്രാവശ്യം ഉള്ളൂട്ട് അവിടെ. ഓക്കെ, നോക്കാം. 1 2 3 4 5 6 7 8. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ കൈ മേലേക്ക് പിടിക്കുക. ദെൻ നമ്മുടെ ഈ റൊട്ടേഷൻ അറിയാന്തല്ലേ, ജസ്റ്റ് ഇവിടെ നേരെ പുറത്തേക്ക് കൂടെ ഇങ്ങനെ 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 റൊട്ടേറ്റ്. ഓക്കെ, അപ്പോൾ കാല് 1 2 3 4 5 6 7 8. ഓക്കെ, നോക്കാം. കാല് മൂവ്മെന്റ് ജസ്റ്റ് ഇങ്ങനെ വരുന്നത് ചെരിഞ്ഞ് ഓർക്കുക. സൈഡ് മൂവ്മെന്റ് ഇങ്ങനെ കൊണ്ടുവരണം. ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഹാർട്ടിൻ്റെ സ്റ്റെപ്പ് വരുന്ന കേട്ടോ. അതിന് നമ്മൾ ഫസ്റ്റ് റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് എടുത്തേക്കണം. എന്നിട്ട് ഹാർട്ട് നമ്മുടെ കൈ കൊണ്ട് ഹാർട്ട് പിടിക്കുക. ദെൻ ഈ ഹാർട്ട്. ഓക്കെ, 1 2. ദെൻ 3യിൽ ലെഗ് പൊക്കണം, ലെഫ്റ്റ് ലെഗ് പൊക്കുക, തലയിൽ ഹാർട്ട് പിടിക്കുക. ഓക്കെ, നോക്കാം. 1 2 3. ദെൻ 4ന് ഇവിടെ നേരെ പോയി ലെഫ്റ്റ് ഹാൻഡ് നീട്ടിപ്പിടിക്കുക, റൈറ്റ് ഹാൻഡ് ഹിപ്പിൽ 2 പ്രാവശ്യം അടിക്കുക. ഓക്കെ, ഇതോടെ നോക്കാം. 1 2 3 ദെൻ 4. ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് കടന്നാലോ. നെക്സ്റ്റിൽ 1 2 3 4. അതായത് റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് എടുത്തേക്കുക, ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുക. ലെഫ്റ്റ് ലെഗ് എടുത്തേക്കുക, ലെഫ്റ്റിലേക്ക് ഇരിക്കുക. ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്തിട്ട് കണ്ടോ, സിമ്പിളാണ്. 1 2 3 4. ദെൻ കൈ നെക്സ്റ്റ് സെയിം കാല് ഇതേപോലെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് തിരിക്കണം ഒന്നുമില്ല. 1 2 3 4. ഓക്കെ, 1 2 3 4 5 6 7 8. റൈറ്റിൽ മേലെ താഴെ താഴെ, റൈറ്റിൽ മേലെ ലെഫ്റ്റിൽ താഴെ റൈറ്റ് താഴെ, ദെൻ ലെഫ്റ്റിൽ മേലെ റൈറ്റ് താഴെ ലെഫ്റ്റ് താഴെ. ഓക്കെ, 1 2 3 4 5 6. 1 2 3 4 5 6. അങ്ങനെ നമ്മൾ സ്പീഡിലേക്ക് എടുക്കാം. ഓക്കെ, ലെഗ് മൂവ്മെന്റ് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വെക്കുക, റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് വെക്കുക. ഓക്കെ, 3 2 1 go. 1 2 3 4 5 6 7 8. അപ്പോൾ അത്രയാണ് ആ സ്റ്റെപ്സ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് നോക്കാം. ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞ സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പാണ്. നോക്കാം. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ സെയിം ഹാർട്ട് സ്റ്റെപ്പ്. 1 2 3 4 5 6 7 8. സെയിം ഈ ഹാർട്ടിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പ് നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുക്കുക, പിടിക്കുക. അപ്പോൾ ലെഗ് മൂവ്മെന്റ് നോക്കോട്ടോ. 1 2. ഓക്കെ, ദെൻ 3 4 5 6. അതായത് 2 പ്രാവശ്യം കൂട്ടിമുട്ട. അപ്പം ലെഗ് ഓക്കെ പുറത്തേക്ക് കൊണ്ടുവരാം, ഉള്ളിലേക്ക് കൊണ്ടുവരാം, പുറത്തേക്ക് കൊണ്ടുപോകാം, ഉള്ളിലേക്ക് കൊണ്ടുവരാം, പുറത്തേക്ക് കൊണ്ടുപോകാം. ദെൻ മൂന്നാമത്തേൽ ഹിറ്റ് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് താഴേക്ക് വരും. അപ്പം ലെഗ് അതായത് നമ്മുടെ റൈറ്റിലേക്ക് വന്ന് ജസ്റ്റ് പൊക്കിയിട്ട് താഴെ കുത്താം. അത്രേ ഉള്ളൂ. ഇത്രയാണ് കംപ്ലീറ്റ് സ്റ്റെപ്സ്. നമുക്കിനി ആദ്യം തുടങ്ങി ഒന്ന് കളിച്ചു നോക്കും പ്രാവശ്യം. 3 2 1 go.
അപ്പൊ എല്ലാവർക്കും സ്റ്റെപ്സ് എല്ലാം ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. നമുക്കിനി പ്രാക്ടീസ് ചെയ്ത് വെക്കണമെങ്കിൽ പല പല സ്പീഡിലായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കാം. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്യൂട്ടോറിയൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മറക്കണ്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി നല്ലൊരു ട്യൂട്ടോറിയൽസിനും വരുന്നതാണ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ.